ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇപ്പോൾ എൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നാം തുടർമാനം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നു. ഇന്ന് വചനം ധ്യാനിച്ചപ്പോൾ പഠിച്ചപ്പോൾ ദൈവം നൽകിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്പേഴ്സ് 12 സങ്കീർത്തനങ്ങൾ 30, 40, അപ്പോസ്തലപ്രവൃത്തി 19, 20 അധ്യായങ്ങൾ, തെസ്സലോനിക്കർ 5 അധ്യായം. ഇതാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ലേവ്യ പുസ്തകം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആസ്പദമാക്കി കർത്താവിൻ്റെ അതിനകത്ത് നമ്മൾ കാണുവാൻ കഴിയുന്ന വിവിധ യാഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അതിൽ ഹോമയാഗത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ അത് നമുക്ക് മോശയോട് കർത്താവ് പറയുന്ന യാഗമാണ്. മോശയോട് കർത്താവ് സമാഗമന കൂടാരം ഉണ്ടാക്കുവാനും അതിൻ്റെ കാര്യങ്ങളൊക്കെയും നമ്മൾ നമ്പേഴ്സും ദൈവ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് യാഗപീഠം പണിയുവാനും പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം മറ്റും ഉണ്ടാക്കുവാനും പറയുന്നു. അതിലെന്തെല്ലാം ചെയ്യണമെന്ന് പറയുന്നു. മാത്രമല്ല ഓരോ 12 ഗോത്രങ്ങളും ദൈവം അവരുടെ പാവത്തിനൊത്തവണ്ണം യാഗങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നാം പഠിക്കുമ്പോൾ യാഗങ്ങളായിരുന്നു. ഓരോ പാവം ചെയ്യുമ്പോഴും ആ പാവത്തിൻ്റെ കാഠിന്യത എത്രയാണോ അതിനനുസരിച്ച് മഹാപുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ആ യാഗ വസ്തു ആണെങ്കിൽ ഏത് പാവമാണോ ചെയ്തത് ആ പാവനൊത്തവണ്ണം ഉള്ള മൃഗത്തെ കൊണ്ടുവന്നിട്ട് അതിന് തലമേൽ കൈവച്ച് ഇത് അർപ്പിക്കുന്നതായിട്ടും അതിനെ കൊല്ലുന്ന അതിൻ്റെ രക്തം ചീന്തുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപയാഗമായി അകർത്തയാഗമായി തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ആ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് നൽകി നമുക്ക് സ്വാതന്ത്ര്യം നൽകിയതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ യാഗങ്ങൾ നാം അർപ്പിക്കേണ്ടതിന് നാം ഇന്ന് ആരും ഇവിടെ എത്തുകയില്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശു നമുക്ക് വേണ്ടി യാഗമായി, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് നാം സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ക്രിസ്തുവിൽ നാം സമ്പന്നരായി തീരുവാൻ ദൈവം നമ്മളിടയാക്കി തീർത്തു. ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനങ്ങളൊക്കെയും വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഓരോ തെറ്റുകൾക്കും ഓരോ പാവങ്ങൾക്കും എന്തുമാത്രം വില കൊടുത്താണ് യാഗങ്ങൾ അർപ്പിക്കേണ്ടി വന്നത്. ഇന്നാണെങ്കിൽ നമുക്കത് കഴിയുമായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു. നമ്മൾ എന്തുമാത്രം വില കൊടുക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ ദൈവം നമ്മളെ വീണ്ടെടുത്ത സ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇതൊക്കെ നാം പഠിക്കണം, ഇതൊക്കെ നാം ചിന്തിച്ച് നമ്മളത് ഓരോ കാര്യങ്ങൾ ഓരോ പാപത്തിനു വേണ്ടിയും ഓരോ യാഗം അർപ്പിക്കുമ്പോൾ ആ യാഗത്തിൽ എന്തെല്ലാം വേണമെന്നൊക്കെ ഈ ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലൊക്കെ പറഞ്ഞല്ലോ. അത് ധ്യാനിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ, അതിൻ്റെ വില എത്ര മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ നാം പഠിച്ചത് ചിന്തിച്ചത് അപ്പോൾ നമുക്കവിടെ മോശയോട് കർത്താവ് അല്ലെങ്കിൽ 12 ഗോത്രങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ തലമുറകൾ ഓരോരുത്തരുമായിട്ട് ഗോത്രമായി കടന്ന് വന്ന് യാഗം അർപ്പിച്ച് ആ യാഗങ്ങൾ ഏതൊക്കെയാണ്, ആ യാഗങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയായിരുന്നു എന്നാണ് നമ്മളിതിനകത്ത് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മളിതിനകത്ത് കാണാൻ കഴിയുന്നത് 5 യാഗങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത് ഹോമയാഗം, രണ്ടാമത് ലേവ്യ പുസ്തകം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഹോമയാഗത്തെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത് ലേവ്യ പുസ്തകം 2 മുതൽ 2 വായിക്കുമ്പോൾ ദഹനയാഗം. മൂന്നാമത് കാണുവാൻ കഴിയുന്നു സമാധാനയാഗം. ലേവ്യ പുസ്തകം 7:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ. നാലാമതായി നമുക്ക് പാപയാഗം. അത് ലേവ്യ പുസ്തകം 4 4 4-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമുക്ക്
പാപയാഗത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലേവ്യ പുസ്തകം 5:16 അഹൃതയാഗം. അപ്പോൾ ഈ യാഗങ്ങൾ അതിന് എന്തൊക്കെ ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും അങ്ങനെ എന്തെല്ലാം സാമഗ്രികളൊക്കെ വേണമെന്ന് അത് ഓരോ ഗോത്രങ്ങൾ 12 ഗോത്രമുണ്ട്. 12 ഗോത്ര തലവന്മാരും അവർ രൂബേന്, ദാന് അങ്ങനെ എല്ലാ ഗോത്രക്കാരും വന്ന് അവർ തലമുറകളും വന്ന് അവർ പാവത്തിനൊത്തവണ്ണം യാഗം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ നാം പഠിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, എൻ്റെ വചനം കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്കിപ്പോൾ തന്നിരിക്കുന്ന രക്ഷ, ഹല്ലേലൂയ, സ്തോത്രം. പണ്ടത്തെ പഴയ നിയമത്തിൽ നാം ചെയ്ത ഓരോ പാപത്തിനും എന്തുമാത്രം വില കൊടുക്കേണ്ടി വരുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതാ മഹാപുരോഹിതനാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവിൻ്റെ രക്തത്തിൽ കൂടി നമുക്ക് ആ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുകയാണ്. ആ കൃപാസനത്തോടെ അടുത്ത് ചെന്ന് അപ്പോൾ എൻ്റെ പാദപീഠത്തിൽ വീഴുവാനുള്ള സ്വാതന്ത്ര്യം യേശുവിൻ്റെ രക്തം കൊണ്ട് ദൈവം നമുക്ക് ആ പുത്രനെ കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നാം ഇന്ന് എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ്, നമ്മൾ എന്തുമാത്രം ആ ദൈവസന്നിധിയിൽ സന്തോഷിക്കേണ്ടവരാ. സ്തോത്രം. അതുകൊണ്ട് നാം ഹല്ലേലൂയ ദൈവത്തെ മറന്ന് കളയരുത്. സ്തോത്രം. ഈ വചനങ്ങളും ഈ ഹല്ലേലൂയ ഓൾഡ് ടെസ്റ്റ്മെൻ്റൊക്കെ വായിക്കുമ്പോഴും പുതിയ നിയമമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് എന്തുമാത്രം രക്ഷ, അല്ലെ രക്ഷയുടെ സ്വാതന്ത്ര്യം, അതിൻ്റെ മഹാത്മ്യം, അതിൻ്റെ വില എന്താണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ക്രൂശ് മരണത്തിൽ കൂടെ ഹല്ലേലൂയ ദൈവം നമുക്ക് നിത്യമായ രക്ഷ നൽകി. നമ്മുടെ ശാപത്തിൽ നിന്ന്, നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും നമ്മൾ വലിയ വില കൊടുക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ദൈവം നമുക്ക് ഹല്ലേലൂയ രക്ഷ നൽകി വിടുവിപ്പാനിടയായി തീർന്നു. ആകയാൽ ഈ രക്ഷയെ നാം അലക്ഷ്യമാക്കി കളയരുത്. ഈ രക്ഷ, ഈ സ്വാതന്ത്ര്യത്തെ നാം നിരസാരമായി ചിന്തിക്കരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മരണത്തിൽ കൊടുത്ത ആ വീണ്ടെടുപ്പിൻ്റെ വില നാം മനസ്സിലാക്കി ഓരോ നിമിഷം അതിൻ പ്രകാരം ജീവിപ്പാൻ, അതിൻ്റെ വില എത്ര അർത്ഥവത്താണ്. യേശുവിൻ്റെ രക്തത്തിൽ കൂടി പുത്രനെ നമുക്ക് വേണ്ടി നൽകി നമ്മുടെ പാപത്തിൽ നമ്മൾ വീണ്ടെടുത്ത് നിത്യമായ ആ ശാപത്തിൽ നിന്നും നിത്യമായ മരണത്തിൽ നിന്നും നമ്മൾ വീണ്ടെടുത്ത് ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ വില നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില നാം മനസ്സിലാക്കി ജീവിപ്പാൻ, ഓരോ നിമിഷവും ആ കൃപാസനത്തോട് ഓടി ചെല്ലുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രൻ നമുക്ക് നൽകിയ ആ സ്നേഹത്തിൻ്റെ ആഴം ഓരോ ദിവസവും മനസ്സിലാക്കി ജീവിപ്പാൻ പ്രിയ ദൈവമക്കളെ നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമ്മളെ ഓരോ ദിവസവും അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങാം, ആ സ്നേഹം നമുക്ക് പിൻപറ്റാം, അത് അനുഭവിപ്പാൻ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പാത്രത്തേക്ക് വീഴുവാൻ ദൈവം നമ്മൾ ഓരോ സമയത്തും കൂടി ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നതും ദൈവം നമ്മൾ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറട്ടെ. ഗോഡ് ബ്ലെസ് യു.